ഓൾറെഡി തലേന്ന് തന്നെ പറഞ്ഞിരുന്നു രാവിലെ നേരത്തെ എണീക്കണം, നമുക്ക് ട്രക്കിംഗ് സ്പോട്ടും കൂടി കവർ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പിറ്റേന്നത്തെ ട്രക്കിങ്ങിനും പോകുന്നു, കുറച്ചാൾ പോകുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ എണീച്ച് ട്രക്കിങ്ങിനൊക്കെ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ ജീപ്പ് വരാൻ കുറച്ച് ടൈം ലേറ്റായി. അപ്പോഴേക്ക് എന്നാലും കുറേ ആൾക്കാർ ലേറ്റ് ആയാലൊക്കെ എല്ലാവരും ജീപ്പ് വന്നപ്പോഴൊക്കെ എല്ലാവരും സെറ്റായി പോകാൻ റെഡിയായി. അപ്പോൾ നമ്മളിന്ന് പോകാനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ്. നമ്മൾ ട്രക്കിങ്ങിന് പോവുകയാണ്. ജീപ്പ് വന്നിട്ടുണ്ട്, റെഡി ആയി നിൽക്കാൻ തുടങ്ങി കുറേ ടൈമായി. നമ്മൾ നല്ല എക്സൈറ്റഡ് ആണ് ഗൈസ്. ത്രില്ലിംഗ്. അപ്പോൾ ഗൈസ് നമ്മൾ ജീപ്പൊക്കെ വന്ന് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ പോണ വഴിയാണ് നമ്മളെ റൂമിൽ നിന്ന് ഏകദേശം ട്രക്കിംഗ് സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തേക്ക് ഇങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ സെൻട്രൽ കൂടുതൽ റോഡിനാണ് പോകാനുള്ളത്. നമ്മള് രണ്ട് സ്പോട്ടുകളാണ് അവിടെ ഉള്ളത്. ആ സ്പോട്ടിനടുത്ത് മെയിൻ സ്പോട്ടിൽ ഷൂട്ട് ചെയ്ത ലൊക്കേഷനൊക്കെയാണ് ബ്രഹ്മരം, അങ്ങനെ കുറച്ച് മൂവീസൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് ലാസ്റ്റ് പോയത്. ഇതവിടത്തിന് മുന്നുള്ള ചെറിയൊരു ലൊക്കേഷനാണ്. ഭയങ്കര കോടിയും കാര്യങ്ങളൊക്കെ ആണ്, പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഭയങ്കര നല്ല അടിപൊളി ക്ലൈമറ്റ്. കോട കാരണം വ്യൂ ഒന്നും കാണാൻ കഴിയുന്നില്ല ഗൈസ്. ട്രക്കിംഗ് എക്സ്പീരിയൻസ് അടിപൊളി ഗൈസ്, ടേക്ക് ബിഫോർ യൂസ്. അച്ഛനെ പരിക്കേറ്റികളെ मैं അച്ഛനെ കണ്ണ് റിയാക്ഷൻ വീഡിയോ എടുക്കാൻ മമ്മമാരെ ഇവിടെ കയറുന്നില്ല. എന്നാ പോയിക്കോളി. ഓക്കെ ബൈ. രാത്രി പോയ ട്രക്കിങ്ങിനെക്കാട്ടിലും ഭയങ്കര ഹാർഡായിട്ടുള്ള റോഡാണ് ഇത്. എങ്കിലും കൂടി നമുക്ക് അത്ര പേടിയൊന്നും ഉണ്ടായിരുന്നു, കാരണം രാത്രി ഇരുട്ടായുണ്ടോ, അതുകൊണ്ടായിരിക്കും രാത്രിത്തെ നമുക്ക് ഭയങ്കര ടാസ്ക് ആയി തോന്നിയത്. ഇത് ഓവറായിട്ട് ഷെയ്ക്കാവുന്ന സ്ഥലത്ത് നിന്നൊന്നും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അല്ലാതെ നോർമലായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ സ്ഥലത്ത് നിന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ടൈം ട്രക്ക് ചെയ്തതിന് ശേഷം നമ്മളെ ട്രക്കിംഗ് സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ട്രക്കിംഗ് സ്പോട്ട്. ഏകദേശം ഈ സ്പോട്ട് കണ്ടാൽ ചില ആൾക്കാർക്ക് മനസ്സിലാകാൻ മതി മൂവി ലൊക്കേഷൻ ആണ്. നമ്മൾ വന്ന് വയ്യോക്കി ബ്രഹ്മരം സിനിമ ഇവിടുന്ന് ഷൂട്ട് ചെയ്ത്. ഫോട്ടോ എല്ലാരും ഇവിടെ ഇരിക്കും. ഡ്രൈവർമാരാരെങ്കിലും രാജാവുക്ക് എല്ലാരും ചൊല്ലും ഇവനെ മാട്ടുമ്മൽ മിന്നു മാട്ടുമ്മൽ അവളെ മാറ്റാവലൊക്കെ എല്ലാരും ഉണ്ട്. ജീപ്പ് പോയിടൂലേക്ക് ഉള്ളിലെല്ലാരും കേറണ്ട, പക്ഷെ പുറത്തൊക്കെ നിന്നോളി. അപ്പോൾ ഈ ലൊക്കേഷൻ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായോ? അങ്ങനെ ഇനിയിപ്പോൾ നെല്ലിയാമ്പതിയൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഈ സ്പോട്ട് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. കിടിലം സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളവിടെ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്.
തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ പാട്ടും ഒക്കെ പാടി അടിപൊളിയാക്കി. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മളെ പ്രോപ്പർട്ടിയിലേക്ക് തന്നെ പോയോണ്ടിരിക്കുകയാണ്. സെയിം അതേപോലെ തന്നെ ട്രക്ക് ചെയ്ത് തന്നെയാണ് താഴോട്ടേക്കും തിരിച്ചും പോകേണ്ടത്. സെയിം റൂട്ട് തന്നെയാണ്. മുന്നിൽ വന്ന പെണ്ണേ പിന്നെ നമ്മൾ അവിടെ എത്തി പ്രോപ്പർട്ടി കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തില്ല. റെസ്റ്റോറൻറ്റ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകുന്നത്. ഏകദേശം ഈവനിങ് ഉച്ച ഫുഡ് കഴിക്കാൻ തന്നെ ഇറങ്ങിക്കുന്ന അവിടെ നിന്ന്. പിന്നെ കുറേ എവിടെയും കുറേ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്ന് എടുത്തതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. നമ്മൾ രാത്രി ഏകദേശം ഒരു 10 മണിയൊക്കെ എന്തായാലും കഴിഞ്ഞൊക്കെ നാട്ടിലെത്തുമ്പോൾ. രാത്രി പോയത് ഷക്കീമന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ മക്കളോ മോനുട്ടന് ഈ അവസരത്തിൽ എന്റെയും എന്റെ കുടുംബത്തിന്റെയും പേരിൽ 1000 നന്ദി. ഞാൻ പറയുന്നുണ്ട് നല്ല സന്തോഷപരമായിരുന്നു. എല്ലാവർക്കും നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. പിന്നെ ഒരു ഭയാനകമായ ഒരു അവസരം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ അടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ നല്ല സന്തോഷമായി. വണ്ടി കയറാണ്ടായി മോളിട്ട് അങ്ങനെ വണ്ടി കയറാനായി. അപ്പൊ മോളിട്ട കണ്ട് പിടിച്ച് ഇപ്പോൾ മാമിയമ്മ പറഞ്ഞ കഥയിൽ ഒരു സ്ഥലത്ത് നിന്ന് വണ്ടി കയറാണ്ടായപ്പോൾ ഈ മോനിട്ട പറഞ്ഞ ഡ്രൈവർ ഓൻ പിടിച്ചിരുന്നോളാൻ പറഞ്ഞ് പെട്ടെന്ന് വണ്ടി എടുത്ത് അതിൽ ഒരു 2 ലിറ്ററിൻ്റെ കുപ്പി ഇന്നലെ തലയിൽ വീണ് അതൊരു കോമഡി ആയിട്ട് പറഞ്ഞാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത് എവിടെ കറക്റ്റ് മറന്നുപോയി, കുറച്ച് ലാഗ് എഡിറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളെ ഫാമിലിയും ഫാമിലി ട്രിപ്പും ഒക്കെ ഇങ്ങനെയൊക്കെയാണ്, അടിപൊളിയാണ്. അപ്പോൾ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. See you again.